ഹായ് ഫ്രണ്ട്സ്, ലാൽസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ദുബായ് സിറ്റിയും രാജാവിൻ്റെ പാലസും കാണാൻ പോവുകയാണ്. രാവിലെ ഹോട്ടലിൽ നിന്നിറങ്ങി ദെയ്റ ദുബായിലുള്ള ടാംറിൻ ഹോട്ടലിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. വന്ന വഴിയിൽ രാജാവിന് പ്രസൻറ്റ് കിട്ടിയ ക്ലോക്ക് റൗണ്ട് അബൌട്ടിൽ വെച്ചിരിക്കുന്ന കണ്ടു. നല്ല ഭംഗിയുണ്ട്. ഇവിടെയുള്ള ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ഞങ്ങളുടെ ഗൈഡ് റാഷിദ് വിശദമായി പറഞ്ഞു തരുന്നുണ്ട്. 4114 സ്ക്വയർ കിലോമീറ്ററും ഈ 4114 മരുഭൂമിയാണ്. ബാക്കിയുള്ള ചെറിയൊരു ഏരിയയിലാണ് ഈ രാജ്യത്തിന്റെ പോപ്പുലേഷന്റെ 45% പോപ്പുലേഷൻ. ദുബായ് ഒരു മൾട്ടി കൾച്ചറൽ നഗരമാണ്. ലോകത്തിലെ 200-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. സ്വദേശികളായ എമിറാത്തികളുടെ എണ്ണം വളരെ കുറവാണ്. കൂടുതൽ പേരും വിദേശികളാണ്. ജീവിതം ഇവിടെ അതിവേഗമാണ്. ജോലി, ബിസിനസ്, ടൂറിസം എല്ലാം ശക്തമായി വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണിത്. UAE-യിൽ ഏകദേശം 30 ലക്ഷത്തോളം ഇന്ത്യക്കാരുണ്ട്. അതിൽ ഏകദേശം 8 തൊട്ട് 10 ലക്ഷം വരെ മലയാളികളുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കൺസ്ട്രക്ഷൻ വർക്ക്, ഹോസ്പിറ്റാലിറ്റി, ഹെൽത്ത്, ബിസിനസ് ഈ മേഖലകളിലെല്ലാം മലയാളികൾ നിരവധി ആൾക്കാരുണ്ട്. ദുബായ് മലയാളികൾക്ക് രണ്ടാമത്തെ ഒരു നാട് പോലെയാണ്. ഞങ്ങൾ എവിടെ ചെന്നാലും മലയാളത്തിലാണ് സംസാരിച്ചത്. അവരെല്ലാം തന്നെ മലയാളികളാണെന്ന് പറയുമ്പോൾ മലയാളി ഫ്രം കേരള എന്ന് ചോദിക്കുന്നുണ്ട്. മലയാളം മനസ്സിലാകുന്നുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മരുഭൂമിയിൽ നിന്ന് ഉയർന്ന ആധുനിക നഗരമാണ്. ലോക റെക്കോർഡുകൾ സ്വന്തമാക്കിയ ധാരാളം കെട്ടിടങ്ങൾ ഇവിടെയുണ്ട്. ഇവിടുത്തെ ഭരണാധികാരിയും മറ്റുള്ളവരെയും എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ദുബായിലെ രാജാവിൻ്റെ ഔദ്യോഗിക വസതിയായ സബീൽ പാലസാണ് നമ്മൾ കാണാൻ പോകുന്നത്. നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ രാജകീയ സ്മാരകങ്ങളിലൊന്നാണിത്. ദുബായിയുടെ ഭരണാധികാരിയും UAE-യുടെ ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്ടൂമിൻ്റെ ഔദ്യോഗിക വസതിയാണിപ്പോൾ. നല്ല ഭംഗിയായി വെട്ടി നിർത്തിയിരിക്കുന്ന ചെടികൾ മേശ പോലെയും കസാര പോലെയൊക്കെ ഇരിക്കുന്ന അതിമനോഹരമായി കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നു. ഞങ്ങളവിടെ ബസ് പാർക്ക് ചെയ്തു. നോക്കിയപ്പോൾ 2-3 ലിമൗസിൻ കാറുകൾ കിടക്കുന്നു. അതിൻ്റെ മുന്നിൽ നിന്ന് സ്വന്തമല്ലെങ്കിലും ഫോട്ടോയൊക്കെ എടുത്തു. മാറി മാറി നിന്ന് ചിത്രങ്ങൾ പകർത്തി. അതിൻ്റെ ഭംഗിയൊക്കെ എല്ലാവരും ഒന്ന് ആസ്വദിച്ചു. വീണ്ടും ഗാർഡനിലേക്ക് ഇറങ്ങി. സബീൽ പ്രദേശത്താണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. ഡൗൺ ടൗൺ ദുബായ്, ദുബായ് ഫ്രെയിം എന്നിവയുടെ സമീപമാണ് ഇതിൻ്റെ സ്ഥാനം. വിശാലമായ പച്ചപ്പോടുകൂടിയ ഗാർഡൻസ്, ചെറിയ വെള്ളച്ചാട്ടങ്ങളും ഫൗണ്ടനുകളും, വലിയ വെള്ള ഗേറ്റിൻ്റെ മുകളിൽ കുതിരകളെ കാണാം. അറബ് സംസ്കാരത്തിൽ കുതിര രാജകീയതയുടെ അടയാളമാണ്. ഭരണാധികാരിയുടെ ശക്തിയും മഹത്വവും ഇത് സൂചിപ്പിക്കുന്നു. കൊട്ടാരത്തിനകത്ത് അനുവാദമില്ലാതെ പ്രവേശനമില്ല. സബീൽ പാലസിൻ്റെ കൃത്യമായ വിസ്തൃതി ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. ഇത് നിരവധി ഏക്കർ ഭൂമിയിൽ വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു രാജകീയ സമുച്ചയമാണ്. മുഴുവൻ സബീൽ ഏറിയ തന്നെ രാജകുടുംബത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള മേഖലയായതിനാൽ ഇതൊരു വലിയ പാലസ് കോംപ്ലക്സ് ആണെന്ന് പറയാം. കൊട്ടാരം പല കെട്ടിടങ്ങളടങ്ങിയ സമുച്ചയമാണ്. ഔദ്യോഗിക സ്വീകരണ ഹാളുകളുണ്ട്, താമസ സ്ഥലങ്ങളുണ്ട്, ഓഫീസ് ഭാഗങ്ങളുണ്ട്. ദൂരത്തു നിന്ന് തന്നെ കാണുന്ന വലിയ ഗേറ്റുണ്ട്. അകത്ത് പല ഫൗണ്ടനുകളും പച്ചപ്പുള്ള തോട്ടങ്ങളും ഉണ്ട്. ദുബൈയിലെ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെല്ലുമ്പം ഭയങ്കര സെക്യൂരിറ്റി ആയിരിക്കും, പോലീസും പട്ടാളവും ഒക്കെ കാണും എന്നൊക്കെ സങ്കല്പിച്ചാണ് ഞാൻ പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഒരു വണ്ടിയും അതിലൊരു പോലീസുകാരനെയും മാത്രമേ കണ്ടുള്ളൂ. എനിക്ക് വളരെ അതിശയമാണ് തോന്നിയത്. ഇവിടെ 10-45 കാറിൻ്റെ അകമ്പടിയോടുകൂടി മനുഷ്യർ പേടിക്കുന്ന പോലെ ഹോണും അടിച്ച് മുക്കിന് പോലീസുകാരെ നിർത്തി പോകുന്നതൊക്കെ കണ്ടിട്ട് അവിടെ ചെന്നപ്പോൾ എനിക്ക് വളരെ നിരാശ തന്നെ തോന്നിയെന്ന് തന്നെ പറയാം. ശക്തനായ ഒരു രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ മുന്നിൽ തുള്ളിക്കളിച്ച് നടക്കുന്ന കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ.
ആരും നിയന്ത്രിക്കുന്നില്ല, ആരും വഴക്ക് പറയുന്നില്ല, ആരും ഓടിച്ചു വിടുന്നുമില്ല. ഈ കൊട്ടാരം പണി കഴിപ്പിച്ചത് ഇതിൻ്റെ രാഷ്ട്രപിതാവായ റാഷിദ് ബിൻ സെയ്ദ് അൽ മക്തൂമാണ്. അദ്ദേഹത്തിൻ്റെ മരണം വരെ ഇവിടെ തന്നെയാണ് താമസിച്ചത്. ദുബായിയുടെ രാജകുടുംബമായ അൽ മക്തൂം ഫാമിലിയുടെ പ്രധാന വസതിയാണിത്. രാജ്യാന്തര നേതാക്കളെയും പ്രമുഖരെയും സ്വീകരിക്കുന്ന ഔദ്യോഗിക കേന്ദ്രം കൂടിയാണിത്. അറബിക് പാരമ്പര്യവും ആധുനിക ആർക്കിടെക്ചറും ചേർന്ന ശൈലിയിലാണ്. വെളുത്ത നിറത്തിൽ മനോഹരമായ കെട്ടിട സമുച്ചയമാണ്. വലിയ ഗേറ്റുകളും ദേശീയ പതാകകളും കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് പ്രവേശന കവാടം. ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെ രാജാവ് തന്നെ സ്വയം കാർ ഓടിച്ച് ഈ വഴിയിലൂടെയൊക്കെ പോകാറുണ്ട് എന്നാണ് കേട്ടിട്ടുള്ളത്. അനാവശ്യ ചെലവുകളൊന്നൊക്കെ ഒഴിവാക്കുന്നതുകൊണ്ട് ഈ രാജ്യത്തിന് അതിൻ്റേതായ ഉന്നതിയും അഭിവൃദ്ധിയുമൊക്കെ ഉണ്ട്. മലയാളിയുടെ രണ്ടാം നാടായ ഈ നാട്ടിലെ ഭരണാധികാരികൾക്കും ഇവിടെ ജീവിക്കുന്നവർക്കും എല്ലാ ഐശ്വര്യവും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ യാത്ര തുടരട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി വേഗം വരാവുന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ. താങ്ക് യു.